അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതൊരു സംശയമല്ല. നമ്മളെ നാട്ടില് ആദ്യമൊക്കെ വ്യാഴാഴ്ച രാത്രിയായിരുന്നു, അതായത് വെള്ളിയാഴ്ച രാവിലെ റസൂലുള്ളാഹിന്റെ പേരിലൊക്കെ സലാത്ത് ഉണ്ടായിരുന്നു. ഇപ്പം ചില പള്ളികളിലൊക്കെ തിങ്കളാഴ്ച രാവിലെ. അതിനിപ്പോൾ എന്തെങ്കിലും തെളിവുകൾ എന്തെങ്കിലും അപ്പോൾ എല്ലാവരും അങ്ങനെ ചില ആൾക്കാരൊക്കെ പറയുന്നു തിങ്കളാഴ്ച രാവാണ് നല്ലത്. അതിന് മഹാന്മാരെന്തെങ്കിലും പറഞ്ഞതായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടപ്പോൾ ഒന്ന് അറിയിക്കണം. അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സലാത്ത് മജ്ലിസ് അത് നമ്മളൊക്കെ വെള്ളിയാഴ്ച രാവിലാണല്ലോ കണ്ടുവരുന്നത്. അതായത് വ്യാഴാഴ്ച പകൽ അസ്തമിച്ച രാത്രി, അതാണ് വെള്ളിയാഴ്ച രാവ്. അതിലാണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ തിങ്കളാഴ്ച രാവിലും കാണുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ തിങ്കളാഴ്ച രാവിലും ഇങ്ങനെ സംഘടിപ്പിച്ചതായിട്ട് കാണുന്നു. അതായത് ഞായറാഴ്ച പകൽ അസ്തമിച്ച രാത്രി, അതായത് തിങ്കളാഴ്ച രാവ് എന്ന് പറയുമ്പോൾ. അപ്പോൾ പിന്നെ അങ്ങനെയുണ്ടോ, അങ്ങനെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ശക്തിയേറിയ സുന്നത്താണ്, തിങ്കളാഴ്ച രാവിലാണ് ശക്തിയേറിയ സുന്നത്ത് എന്നുള്ളതൊക്കെ മഹാന്മാർ പറഞ്ഞു തന്നെയാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സലാത്ത് വർണ്ണിക്കാനും സലാത്തിനെ പറ്റി പറയാനും സലാത്തിൻ്റെ കാര്യങ്ങൾ പറയാനും വേണ്ടി മാത്രം ഉണ്ടാക്കിയ കിതാബാണ് മഹാനായ ഇമാം യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു സഅദറൈനി എന്ന് പറയുന്ന കിതാബ്. ഈ കിതാബിൽ വ്യക്തമായിക്കൊണ്ട് അങ്ങനെ പറയുന്നുണ്ട്. ഇതിൻ്റെ 186, 187 പേജുകളിൽ നോക്കിയാൽ കാണും. ഒമിൻഹ സലാത്തിൻ്റെ കൂട്ടങ്ങളെ പറ്റി പറഞ്ഞായിട്ട് പറയാണ്. അസ്സലാത്തു അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഇത്നൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സലാത്ത് അത് തിങ്കളാഴ്ച രാവിൽ. എന്നിട്ട് പറഞ്ഞു ദക്കറഹ അബൂ മൂസൽ മദീനി ഫി വളായിഫിൽ ലയാലി വൽ അയ്യാം. മഹാനായ അബൂ മൂസൽ മദീനി എന്നവർ അവിടുത്തെ കിതാബാകുന്ന വളായിഫുൽ ലയാലി വൽ അയ്യാം എന്ന് പറഞ്ഞ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. വൽ ഗസ്സാലി ഫിൽ ഇഹ്യാ, ഇമാം ഗസ്സാലി തങ്ങൾ ഇഹിയയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സലാത്ത് അത് തിങ്കളാഴ്ച രാവിലാവുക എന്ന് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖുൽതു, ഞാനൊന്ന് പറയട്ടെ. ആര്? യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു പറയാണ്. അതുകൊണ്ട് ഒമിൻ ദാലിക, ഇക്കാരണം കൊണ്ട് തന്നെ. ഏത് കാരണം കൊണ്ട്? തിങ്കളാഴ്ച രാവിലെ സലാത്ത് സംഘടിപ്പിക്കാമെന്ന് ഒട്ടനേകം പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ട് തന്നെയാണ് മജ്ലിസുൽ ആരിഫ് ബില്ലാഹി സയ്യിദ് ഷെയ്ഖ് നൂറുദ്ദീൻ ഷൂനി ഷെയ്ഖുൽ ഇമാം ഷഅറാനി, ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ ഷെയ്ഖാകുന്ന ഷെയ്ഖ് നൂറുദ്ദീൻ ഷൂനി എന്നവരൊക്കെ ഇങ്ങനെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എവിടെ? ഫി സലാത്തി അൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ജാമിൽ അസ്ഹർ. ജാമിൽ അസ്ഹറിൽ ഇങ്ങനെ തിങ്കളാഴ്ച രാവിലെ സലാത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് മാത്രമല്ല തഫറഅ മിൻഹു ഇലാ കസീരിൻ മിനൽ ബുൽദാൻ, നാടിന്റെ പല സ്ഥലങ്ങളിലേക്കും ഇത് വ്യാപിച്ചിട്ടുണ്ട്. വസ്തമറ ബഅദ ഹയാത്തിഹി മദദൻ ത്വവീലത്തൻ, മഹാനവറുടെ വഫാത്തിന്റെ ശേഷം ഒരുപാട് കാലം ഇത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. വഖദ് കാന തർതീബുഹു ലൈലത്തുൽ ജുമുഅ വ ലൈലത്തുൽ ഇത്നൈൻ മിനൽ മഗ്രിബ് ഇലാ സലാത്തി സുബ്ഹ്. ഇതിന്റെ തർതീബ് എങ്ങനെ? മഗ്രിബിന് തുടങ്ങിയിട്ട്, അതായത് വെള്ളിയാഴ്ച രാവിലും ഉണ്ട്, അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവിലും ഉണ്ട്. അത് മഗ്രിബിന് തുടങ്ങിയിട്ട് സുബഹി വരെ നീണ്ടുക്കും. നമ്മളിതൊക്കെ കുറച്ചു നേരമല്ലേ ഉണ്ടാവുള്ളൂ, ഇത് സുബഹി വരെ നീണ്ടുക്കും. അത്രയും നേരം സലാത്ത് സംഘടിപ്പിക്കുമായിരുന്നു. എന്നിട്ട് യൂസുഫ് നബ്ഹാനി തങ്ങൾ പറയാണ് വ ഇന്നമ ഖുസ്സിസ ലൈലത്തുൽ ഇത്നൈൻ, അതിൽ ഏറ്റവും ഒരു ഖാസായിട്ട് പ്രത്യേകമായിട്ട് എടുത്ത് പറയണം തിങ്കളാഴ്ച രാത്രിയുടെ സ്വലാത്ത് മജ്ലിസിന്. കർലി കൗനിഹ ലൈലത്ത വിലാദത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ചയല്ലേ ഈ ലോകത്തേക്ക് വന്നത്. അപ്പം ആയതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്ന് യൂസുഫ് നബ്ഹാനി വ്യക്തമായിട്ട് പറയുമ്പം ഇത് ഹദീസ് ഉദ്ധരിച്ച്, ഹദീസ് പറഞ്ഞിട്ട്, ഹദീസ് വിശദീകരിച്ചു കൊണ്ട് മുഹദ്ദിസീങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഇപ്പം മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാമിഉ സഗീറിൽ ഒരു ഹദീസ് കൊണ്ടുവന്നു. ജാമിഉ സഗീറിന്റെ 1-ാം വാള്യം ഇതിൻ്റെ 299 പേജിൽ 1954 ഹദീസായിട്ട് ഇന്നമൽ അമാല തുർഫഉ യൗമൽ ഇത്നൈൻ വൽ ഖമീസ്, അമലുകളെ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നത് തിങ്കളാഴ്ച ദിവസവും അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസവും ആണ് എന്ന് പറഞ്ഞൊരു ഹദീസ്. എന്നിട്ട് പിന്നെ തുടർന്ന് റസൂലുള്ളാഹി പറഞ്ഞു ഫഉഹിബ്ബു അൻ യർഫഅ അമലി വഅന സ്വായിമുൻ, ഞാൻ നോമ്പ് നോറ്റിട്ട് എൻ്റെ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തുന്നത് അതാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ ഹദീസ് വിശദീകരിച്ചിട്ട് മഹാനായ ഇമാം മുനാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫൈദുൽ ഖദീറിന്റെ
2-ാം വാള്യത്തിൻ്റെ 402-ാമത്തെ പേജിലായിട്ട് വ്യക്തമായിക്കൊണ്ട് ഹദീസ് തെളിവുണ്ട് തിങ്കളാഴ്ച രാത്രി സലാത്തിനിക്ക് എന്ന് സമർത്ഥിക്കുന്നു. ആര് സമർത്ഥിക്കുന്നു? അഖദ മിൻഹുൽ ഖസ്തലാനി, ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് വ്യക്തമായിക്കൊണ്ട് ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പിടിച്ച് പറയുന്നുണ്ട്. തബഅൽ ലിശൈഖിൽ ബുർഹാൻ ഇബ്നു അബി ഷരീഫ് എന്നവരൊക്കെ പിൻപറ്റിയിട്ട് അത് മശ്റൂഇയ്യത്തുൽ ഇജ്തിമാഇ ലിസ്സലാത്തി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ലൈലത്തുൽ ജുമുഅ വൽ ഇത്നൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സലാത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുക, അതിന് തിങ്കളാഴ്ചയും അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും ഒരുമിച്ച് കൂടി വരല് അത് ശറഇൽ സ്ഥിരപ്പെട്ടു വരുന്നൊരു കാര്യം തന്നെയാണ്. ഏതുപോലെ കമാ യുഫഅലു ഫിൽ ജാമിഉൽ അസ്ഹർ ഉണ്ടോ, ജാമിഉൽ അസ്ഹറിൽ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു പോന്നിരുന്നു, അങ്ങനെ മഹാന്മാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല റഫ്അ സൗത്ത്, അതിനു വേണ്ടി ശബ്ദം ഉയർത്തി നല്ല മട്ടം പോലെ ചൊല്ലിയിരുന്നു. ബിദാലിക ലിഅന്നൽ ലൈലത മുൽഹഖത്തുൻ ബിൽ യൗം, രാത്രിയോട് ചേർത്തിട്ട് തന്നെ പകലിൽ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ സലാത്തും പ്രാർത്ഥനയും മറ്റുമൊക്കെ ചെയ്തിരുന്നു എന്ന് മാത്രമല്ല ലാ സിയമ ഫീ ലൈലത്തിൽ ഇത്നൈൻ, പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാത്രി കേട്ടോ, തിങ്കളാഴ്ച രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്ന് തന്നെ പറയാം. ഫ ഇന്നഹ ലൈലത്തു മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ലോകത്തേക്കുള്ള വരവ് തിങ്കളാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസത്തിനൊക്കെ പ്രത്യേകതയുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അത് വ്യക്തമായിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വ്യക്തമായിക്കൊണ്ട് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയും അതുപോലെ സലാത്തിന് വേണ്ടി സംഘടിപ്പിച്ച കിതാബിൽ പറയുകയൊക്കെ ചെയ്യുമ്പം ഇത് ഫുഖഹാഉം അംഗീകരിച്ചതാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഇത് വ്യക്തമായിട്ട് പറയുന്നതാണ്. മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായ വിശദീകരിച്ചുകൊണ്ട് ഹാഷിയത്തു നിഹായയിൽ ഇമാം ശബ്റാം അൽ-ലസി റഹിമഹുല്ലാ ഇതൊക്കെ വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട്. ശബ്റാം അൽ-ലസി നല്ല ഫഖീഹാണല്ലോ, നിഹായ നമ്മൾ എപ്പോഴും നോക്കുന്ന കിതാബാണ്, അതിൻ്റെ ഷറഹോട് കൂടെയാണ് നമ്മൾ എപ്പോഴും നോക്കുക. അപ്പോൾ വ്യക്തമായിക്കൊണ്ട് നിഹായയുടെ തഹത്തിൽ വ്യക്തമായിക്കൊണ്ട് ഹാഷിയത്തു നിഹായയിൽ ശബ്റാം അൽ-ലസി പറയുന്നു. ഇതിൻ്റെ 396-ാമത്തെ പേജിൽ ഇപ്പം മുനാവി തങ്ങൾ പറഞ്ഞ ആ രൂപങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് അതെല്ലാം പറഞ്ഞിട്ട് വല്ലഖറബു മാ ഖാലഹുൽ ഖസ്തല്ലാനി, ഇമാം ഖസ്തല്ലാനി പറഞ്ഞ ആ ഒരു സംഗതി അതാണ് ഏറ്റവും ബെറ്റർ, അത് വ്യക്തമാണ്. അപ്പം ആയതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച രാത്രിയിലും വെള്ളിയാഴ്ച രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സലാത്ത് സംഘടിപ്പിച്ച് മജ്ലിസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായ നല്ലൊരു കാര്യമാണെന്ന് മാത്രമല്ല അത് ശക്തിയൊരു സുന്നത്താണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഖസ്തലാനി തങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു. ലാ സിയമ ഫീ ലൈലത്തിൽ ഇത്നൈനി ഫഇന്നഹ മുഅഖദത്തുൻ ഉണ്ടോ, അത് തിങ്കളാഴ്ച 2 രാത്രിയിലും പറ്റുമെങ്കിലും തിങ്കളാഴ്ച രാത്രി മുഅഖദത്തുൻ ശക്തിയൊരു സുന്നത്ത് എന്ന് പറയണം. അപ്പം ശക്തിയൊരു സുന്നത്താണ് തിങ്കളാഴ്ച രാത്രി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ് തിങ്കളാഴ്ചയാണ്. അപ്പം ആയതുകൊണ്ട് 2 ദിവസവും ഉണ്ട്, 2 രാത്രിയിൽ സംഘടിപ്പിക്കാം എന്ന് മാത്രമല്ല അതിൽ തിങ്കളാഴ്ച ദിവസത്തേക്ക് പ്രാധാന്യം കൊടുക്കണം. അപ്പം ആയതുകൊണ്ട് ഇങ്ങനെ ജാമിഉൽ അസ്ഹറിലൊക്കെ ഒരുപാട് കാലം നടന്നിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തനം മറ്റുള്ള വിവിധ രാജ്യങ്ങളിലും നാടുകളിലും നടക്കുന്നുണ്ട്. അപ്പം നല്ലൊരു പരിപാടിയാണ്, സ്വാഗതാർഹമാണ്. അതൊട്ടനേകം പണ്ഡിതന്മാർ പറഞ്ഞതുമാണ് കേട്ടോ.